രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിനപ്പുറത്തും സൗഹൃദത്തിനൊരു ലോകമുണ്ടെന്ന് മലയാളികളെ പഠിപ്പിച്ച ബഹുമാന്യ വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. മുൻ ഗവർണർ കൂടിയായ അദ്ദേഹം കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അധ്യക്ഷൻ ബഹുമാനായ പ്രവീൺ കുമാർ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ പ്രതീക്ഷകൾ നമുക്ക് അദ്ദേഹത്തിലുണ്ട്. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഞാനൊരു വ്യതിരിക്ത ശബ്ദത്തിൻ്റെ ഉടമയാണ്. കാരണം ജനാധിപത്യ ക്രമത്തിൽ എതിരാളിയെ മാനിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ മർമ്മമെന്ന് ഞാൻ കരുതുകയാണ്. ഒറ്റ വാക്കിൽ, ഇംഗ്ലീഷ് വാക്കിൽ പറഞ്ഞാൽ, വാട്ട് ഈസ് ഡെമോക്രസി? റൈറ്റ് ടു ഡിഫർ. വ്യതിരക്കത്തേക്കുള്ള പൗരൻ്റെ അവകാശമാണ്. ഭരിക്കുന്ന ആളുകൾക്ക് മാൻഡേറ്റ് ലഭിക്കുന്നു. അവരുടെ മുഖത്ത് നോക്കി മിസ്റ്റർ, സർ, അങ്ങ് ചെയ്യുന്ന തെറ്റെന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ കരുതുന്നു. അവിടെയാണ് വലിയ പ്രതീക്ഷ VD സതീശനിലുള്ളത്. ഞങ്ങൾ രണ്ടും ഒരുപാട് യോഗങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ നമ്പൂതിരി സാറിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്ത കാലഘട്ടത്തിലും അദ്ദേഹത്തിന് നേരത്തെ മുനീർ സാബ് ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വർത്തമാന കേരള രാഷ്ട്രീയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എഴുത്തും വായനയും ഒക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഒട്ടേറെ പ്രവർത്തകരുള്ള വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കാം. 50കളിൽ 60കളിൽ വിമോചന സമരമൊക്കെ നടന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനായി പ്രസിദ്ധീകരിച്ചത് എറണാകുളത്തെ KPCC ഓഫീസിൽ നിന്നാണ്. കൈനകരിയുടെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അക്കാലത്ത് കാണാൻ എനിക്ക് സാധിച്ചു. ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ആരാണ് പരമാധികാരി? മുഖ്യമന്ത്രിയാണോ? ഗവർണറാണോ? അല്ല രാഷ്ട്രപതിയാണോ? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണോ? ഞാൻ പറയും, ഇന്ത്യൻ ഭരണഘടനയുടെ മർമ്മം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഹു ഈസ് സുപ്രീം? സുപ്രീം എന്ന വാക്കിന് അർത്ഥം തേടിപ്പോകുമ്പോൾ ഭരണഘടനയുടെ 395 ഒരു വകുപ്പുണ്ട്. അത് റിപ്പീലിംഗ് പ്രൊവിഷനാണ്. എന്താണ് റിപ്പീൽ ചെയ്യുന്നറിയാമോ? നമുക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആ അന്നത്തെ നിയമത്തെ ആണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഏകകണ്ഠമായി റദ്ദ് ചെയ്തത്. അത് വലിയൊരു നിയമ കോംപ്ലിക്കേഷനാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരാണ് സുപ്രീം? അതിനാണ് ആദ്യത്തെ വകുപ്പ് അതിൽ എഴുതി ചേർത്തത്. പീപ്പിൾ ആർ സുപ്രീം. ജനങ്ങളാണ് പരമാധികാരികൾ. ബാക്കി എല്ലാവരും, ജനപ്രതിനിധികളായ നാം എല്ലാവരും, ജനങ്ങൾ മാൻഡേറ്റ് നൽകി അവരോട് 5 കൊല്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഭരിക്കാം, ഞാൻ നിങ്ങളുടെ സേവകനാണെന്നുള്ള അർത്ഥത്തിലാണ് ജനാധിപത്യത്തിൽ നമ്മുടെ അധികാരം നിക്ഷിപ്തമായ ആളുകളെല്ലാം ഉള്ളത്. അവിടെ എനിക്കൊരു പ്രതീക്ഷയുള്ളത്, എനിക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾ ശ്രീ VD സതീശനാണ്. അദ്ദേഹം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് നിയമാധിഷ്ഠിതമായ നീതി. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീതി പ്രദാനം ചെയ്യുന്നത്, അത് ചെയ്യാൻ സാധിക്കണം. ഈവൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ അധികാരം കൊടുത്തത് തന്നെ അതിൽ തെറ്റുപറ്റിയാൽ ഒരു പണത്തൂക്കം മുന്നിൽ കോടതികൾ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിയമാധിഷ്ഠമായ നീതി ഒരു ഭാഗത്ത്, അതിനേക്കാൾ ഉപരിയോ അതിനൊപ്പമോ ഉള്ളതാണ് ജനങ്ങളുടെ നീതി എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഭരണാധിപൻ വിജയിക്കുന്നതെന്ന് കരുതുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്നും വ്യക്തിപരമായി
അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ കാര്യങ്ങളെപ്പറ്റി ഒരു വിലയിരുത്താൻ സാധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, പ്രതിഭയുടെ ഒരു നല്ല മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.